ഫേസിൽ ഭയങ്കരമായിട്ട് ഓയിൽനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. അതല്ല എനിക്ക് ഒന്നും തോന്നുന്നില്ല, എൻ്റെ സ്കിൻ നോർമലായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു ജെന്റിൽ ക്ലെൻസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. തീരെ നനവുള്ള സ്കിന്നിൽ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്, കാരണം സ്കിൻ ഇറിറ്റേഷൻ വരും. പിന്നെ മസാജ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ ഉരച്ച് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ആ ഒരു ഇന്നർ ഗ്ലോ തരാനൊക്കെ സ്നെയിൽ മീസിൽ ഭയങ്കര നല്ല സാധനം. ഞാൻ നിയാസിനമൈഡ് ഉപയോഗിക്കുന്ന 2 റീസൺ ആണ്. ഒന്ന്, എനിക്ക് പോസിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. 2, എനിക്കൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ രാവിലെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, നൈറ്റിൽ യൂസ് ചെയ്യാറില്ല, രാവിലെ മാത്രം. പിന്നെ ഞാനൊന്ന് പ്രൊഡക്റ്റ് പരീക്ഷണങ്ങളൊക്കെ നടത്തി ചെറിയൊരു മോക്കുരൊക്കെ വന്നിട്ട് അങ്ങനെ സെറമൈഡ് എന്താ പറയുക, നമ്മുടെ സ്പോഞ്ച് കണക്കാണ്. നമ്മൾ വെള്ളം നന്നായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സെറമൈഡ് മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഇനി ഉടനെ ഒന്നും ഇത് വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു, കാരണം അഡിക്റ്റഡ് ആയി പോയി മോയ്സ്ചറൈസർ വേറെ പരീക്ഷിക്കണം, എനിക്ക് പരീക്ഷിക്കണ്ടേ. അതുകൊണ്ട് ബോഡി സ്കിൻ കെയർ റുട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റിൽ ആവത്തുള്ളൂ, ആ ഒരു വൈറ്റ് കാസ്റ്റ്. ഇത് എൻ്റെ മിനിമലിസ്റ്റിന്റെ SPF 30 ലിപ് ബാം ആണ്. പിന്നെ എന്തുകൊണ്ട് ഫേസ് സൺസ്ക്രീൻ ബോഡി സൺസ്ക്രീനിലോട്ട് യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ 2 കാരണമുണ്ട്. ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ റുട്ടീൻ കാണാം. അപ്പോൾ എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലെൻസിങ്ങിൽ കൂടെയാണ്. ഞാൻ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ജെന്റിൽ ക്ലെൻസറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെത് ഒരു കോമ്പിനേഷൻ ടു ഓയിലി സ്കിന്നാണ്. അപ്പോൾ എൻ്റെ ക്ലെൻസറും മോർണിംഗിൽ ചേഞ്ച് ആവും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഉറക്കം എണീച്ചിട്ട് രാവിലെ ഫേസിൽ ഭയങ്കരമായിട്ട് ഓയിൽനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള എൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യും. അതല്ല എനിക്ക് ഒന്നും തോന്നുന്നില്ല, എൻ്റെ സ്കിൻ നോർമലായിട്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഞാനൊരു ജെന്റിൽ ക്ലെൻസർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്തായാലും എനിക്ക് ഫേസ് ഒരു ക്ലെൻസർ വേണം. ഞാൻ സാധാരണ വെള്ളം വെച്ചിട്ട് ഫേസ് വാഷ്, വെള്ളം മാത്രമേ യൂസ് ചെയ്യാറില്ല, എനിക്കൊരു ഫേസ് വാഷ് കമ്പൽസറി ആണ് മോർണിംഗിൽ. ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പം നമ്മൾ ഡ്രൈ സ്കിൻകാരെടുത്ത് ഞാൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഫേസ് വാഷ് ചെയ്യാതെ വെറുതെ വെള്ളം യൂസ് ചെയ്താൽ മതി എന്ന് പറയും. എൻ്റെ ഒരു രീതിയാണ് പറഞ്ഞത്. അപ്പം എനിക്ക് എന്തായാലും ഫേസ് വാഷ് വേണം, അപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാനിപ്പോൾ എനിക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോക്സ്ടെയിലിൻ്റെ ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഞാൻ സെറ്റാഫിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എൻ്റെ പഴയ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, സോറി, സെറ്റാഫിലും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മാറ്റി യൂസ് ചെയ്യുന്നതാണ് കോസറെക്സിൻ്റെ ഒരു മോർണിംഗ് ഫേസ് വാഷ്. അതും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷെ കുറച്ച് എക്സ്പെൻസ് ആയിട്ട് ഞാൻ അതിലോട്ട് പോകാത്തതാണ്. അപ്പോൾ ഇത് മൂന്നും ഒക്കെയാണ് ഞാൻ മാറി തിരിഞ്ഞ് യൂസ് ചെയ്യുന്നത്. എന്തായാലും ഒരു ജെന്റിൽ ക്ലെൻസർ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പം എന്തുകൊണ്ട് ഞാൻ ജെന്റിൽ ക്ലെൻസർ മോർണിംഗിൽ യൂസ് ചെയ്യുന്നത് നല്ലതെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, മോർണിംഗിൽ ഒന്നും നമുക്ക് ഫേസിൽ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിൽ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഫേസ് വാഷ് ചെയ്ത് ആ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യണം. സാലിസിലിക് ആസിഡൊക്കെ എന്ന് വെച്ചാൽ അതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള ഫേസ് വാഷാണ്. അപ്പം നമ്മൾ അതിട്ട് ഫേസ് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാച്ചുറൽ ഓയിൽ അല്ലാതെ, ഇപ്പോൾ എക്സസീവ് ഓയിൽ അല്ല, നാച്ചുറൽ ഓയിൽ ഉള്ളെങ്കിൽ അത് വലിച്ചെടുത്ത് കളയും. നമ്മുടെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ ആവും. അപ്പം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ മോർണിംഗിൽ ഓയിലി സ്കിൻകാരല്ല, എക്സ്ട്രീംലി ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിൻകാരല്ല എന്നുണ്ടെങ്കിൽ, നോർമൽ ഡ്രൈ സ്കിൻകാർ, പിന്നെ എന്നെപ്പോലെ സ്കിന്നിന് തോന്നുന്ന സ്വഭാവം കാണിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫേസ് ഒന്ന് വെറ്റ് ആക്കിയിട്ട് വേണം ഫേസ് വാഷ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഞാനത് എങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഫേസ് നന്നായിട്ട് വെറ്റാക്കി, ഹാൻഡ് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫേസ് നന്നായിട്ട് വെറ്റാക്കി. അതിന് ശേഷം ഞാൻ എൻ്റെ ഫേസ് വാഷ് എടുത്തു. ജസ്റ്റ് ഒരു ചെറിയ പമ്പ്, ഒറ്റ പമ്പേ ഞാൻ എടുക്കാറുള്ളൂ. അത് അധികം ഫോമിങ് ഒന്നും അല്ല, ജെന്റിൽ ക്ലെൻസറാണ്, അതുകൊണ്ട് തന്നെ അധികം ഫോമിങ് ഒന്നും അല്ല. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലൊന്ന് സർക്കുലർ മോഷനിൽ യൂസ് ചെയ്യുക. പിന്നെ ഇത് കുറച്ച് ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഫ്രാഗ്രൻസിലോട്ട് അധികം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് മോർണിംഗിൽ മാത്രം, ഞാൻ ഒരു നേരം യൂസ് ചെയ്യാറുള്ളൂ, മോർണിംഗിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഒരുപാട് നേരം ഞാൻ എൻ്റെ ഫേസിൽ ഇത് ഇട്ട് നിർത്താറില്ല. അതുകൊണ്ടാണ് ഞാനത് ഫ്രാഗ്രൻസ് എനിക്ക് അത്ര കുഴപ്പമില്ലാതെ തോന്നിയത്. പിന്നെ ഭയങ്കര ഫ്രാഗ്രൻസ് ആണോ എന്ന് വെച്ചാൽ അല്ല. അപ്പോൾ ഫേസ് വാഷ്, ഇങ്ങനെയാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യാറ്. ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തും ചെവിയും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ പോയി റിൻസ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇനി ഞാൻ പേപ്പർ ടവലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ ടവൽ യൂസ് ചെയ്താൽ പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് 2 ദിവസത്തിലൊരിക്കൽ വാഷ് ഞാൻ ചെയ്യാത്ത മടിച്ചി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പേപ്പർ ടവലാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചുകൂടി ഹൈജീനാണ്. കാരണം നമ്മളല്ലാതെ നമ്മുടെ ടവലാണ്, ഫേസ് ഉടയ്ക്കുന്ന ടവൽ നമ്മൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ
അതിൽ പെട്ടെന്ന് ബാക്ടീരിയാസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ബോഡി വാഷ് ചെയ്യുന്ന ടവല് പിന്നെ കുളിച്ച് കഴിയുമ്പോൾ എന്തായാലും കഴുകിയേ പറ്റൂ എന്നുള്ളത് അത് അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഫേസ് വാഷ് ചെയ്യുന്നത് നമ്മൾ ചിലപ്പോൾ ക്ലീൻ ചെയ്യാതെ ഇവിടെ ഇട്ടെന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ബാക്ടീരിയാസ് വന്നടയും. കാരണം വെള്ളം വെച്ചിട്ടുള്ള സാധനം നമ്മൾ അങ്ങനെ നിർത്തിക്കല്ലോ, ഉണങ്ങുന്നൊന്നുമില്ല പ്രോപ്പറായിട്ട്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും പേപ്പർ ടവലാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എൻ്റെ വിറ്റാമിൻ സി ആണ്. കാരണം മോർണിംഗ് ആണ് ഞാൻ മോർണിംഗ് രണ്ടാമത് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി ആണ്. പക്ഷെ വിറ്റാമിൻ സി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ ഒരിക്കലും കുറച്ച് തീരെ നനവുള്ള സ്കിന്നിൽ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. കാരണം സ്കിൻ ഇറിറ്റേഷൻ വരും. പിന്നെ ഇറിറ്റേഷൻ വരുന്നേക്കാളും വിറ്റാമിൻ സി അത്ര സ്റ്റേബിൾ പ്രൊഡക്റ്റ് അല്ല. അപ്പോൾ പെട്ടെന്ന് അത് അതിൻ്റെ സ്റ്റെബിലിറ്റി പോയാൽ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉപയോഗം ഇല്ലാണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് വിറ്റാമിൻ സി എപ്പോഴും ഡ്രൈ സ്കിന്നിലെ അപ്ലൈ ചെയ്യാവുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ മോർണിംഗിൽ വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വിറ്റാമിൻ സി ഒരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് ഇതുകൊണ്ട് തന്നെ നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഫ്രീ റാഡിക്കൽസ് എന്ന് ചെറുതായിട്ട് പറഞ്ഞു തന്നാൽ, നമ്മൾ കമ്പിയൊക്കെ തുരുമ്പടിക്കൂലേ, ഈ ഓക്സിജനൊക്കെ വന്നിരുന്നിട്ട് തുരുമ്പടിക്കൂലേ, ആ തുരുമ്പടിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയാണ് വിറ്റാമിൻ സി ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത്. നിങ്ങൾ ആന്റി ഏജിങ് സിറം റെറ്റിനോൾ ഉപയോഗിക്കുന്നെങ്കിൽ രാവിലെയും വൈകിട്ട് ഉപയോഗിക്കാം. നൈറ്റ് റെറ്റിനോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ മാത്രം വിറ്റാമിൻ സി യൂസ് ചെയ്താൽ മതി. ഇത് ഡെർമക്കോഡ് 10% ആണ്. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഞാനിപ്പം ഇതിനകത്ത് കുറച്ചധികം ഡെർമക്കോഡ് 3 പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. സ്പോൺസർ വീഡിയോ അല്ല. ഞാൻ ഇതിപ്പോൾ മൂന്ന് സമയത്ത് വാങ്ങിച്ചാണ്. അതിൻ്റെ പാക്കേജിങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മൂന്ന് സമയത്ത് വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ തീരാറായി. ഇതിപ്പോൾ ഞാൻ മാറ്റും. ഇന്ന് ഞാൻ വേറൊരു വിറ്റാമിൻ സിയിലോട്ട് പോകും. അതുപോലെ തന്നെ അടുത്ത സാധനം വേറിലോട്ട് പോകും. ഇത് മൂന്ന് സമയത്ത് വാങ്ങിച്ചതായതുകൊണ്ട് ഇപ്പം ഉപയോഗിച്ചപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പീരീഡ് എത്തിയപ്പോൾ മൂന്നും കൂടെ ഒരുമിച്ച് ആയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വേറെ വീഡിയോസിൽ കാണുമ്പോൾ മനസ്സിലാവും. എനിവേസ് ഇപ്പം ഞാൻ യൂസ് ചെയ്ത 10% വിറ്റാമിൻ സി സെറാണ്. 10 20 ഞാൻ മാറി തിരിഞ്ഞ് യൂസ് ചെയ്യും. ഇപ്പോൾ 10 യൂസ് ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ബലം കിട്ടിയതുകൊണ്ട് ഞാൻ 10 യൂസ് ചെയ്യാണ്. സെറം യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് സെറത്തിനൊന്നും ആവശ്യമില്ല. നെറ്റിയിലൊന്ന്, 2 കവിളിലും ഓരോന്ന്, പിന്നെ നമ്മുടെ കഴുത്തിലേക്ക്, അത്രയും മതി സെറം. പിന്നെ മാക്സിമം ആ ഡ്രോപ്പർ നമ്മൾ ഒരിക്കലും സ്കിന്നിലോട്ട് ടച്ച് ചെയ്താൽ കണ്ടാമിനേറ്റഡ് ആവും. പിന്നെ നമ്മൾ തിരിച്ചതിനകത്തോട്ടിടും, മൊത്തത്തിൽ സാധനം ചീത്തയിപ്പോൾ. അതുകൊണ്ട് ഇത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉരച്ച് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ സ്കിന്നിലോട്ട്. ഞാൻ വിറ്റാമിൻ സി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, ആ വിറ്റാമിൻ സി ഒന്ന് അബ്സോർബ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് കാര്യം കൂടെ പറഞ്ഞുതരാം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും മുഖത്ത് ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ മോക്കുരു ഉണ്ടെങ്കിൽ ആ ഭാഗം ഒഴിവാക്കിയിട്ട് നിൽക്കണം. അല്ലാണ്ട് മുഖത്ത് നല്ല ആക്റ്റീവായിട്ട് ഒരുപാട് മോക്കുരു ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. മോക്കുരു മാറ്റിയതിന് ശേഷം വിറ്റാമിൻ സി യൂസ് ചെയ്താൽ മതി. സത്യമാണ് വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷനൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ pH വെച്ചിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഒരു പുതിയ റിസർച്ച് കണ്ടുപിടിച്ചാണ് വിറ്റാമിൻ സി നമ്മൾ ആക്റ്റീവ് പിമ്പിൾസിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് പിമ്പിൾസ് കൂടുതൽ ഇറിറ്റേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്നൊന്ന് ഡാമേജ് ആയിട്ടിരിക്കില്ല. അപ്പോൾ വിറ്റാമിൻ സി ഒരുപാട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിറ്റാമിൻ സി മോക്കുരുള്ളപ്പോൾ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞത്. അപ്പോൾ വിറ്റാമിൻ സി എടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഫേവറേറ്റ് സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് കോസറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ്. ഇതാണ് ആ സാധനം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം ഇതെൻ്റെ എന്താണ് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ്. ഞാൻ ലാസ്റ്റ് ഇതിനെപ്പറ്റി മാത്രം ഒരു ഫുൾ ലെങ്ത് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അത്ര തീരാറായതുകൊണ്ടാണ്. എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ട്. ഇതിനെപ്പറ്റി തന്നെ ഞാൻ ലാസ്റ്റ് വീക്കിൽ അല്ല ലാസ്റ്റ് ഡേയിൽ ഒരു വീഡിയോ ഫുള്ള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണ്ട. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യും.
അപ്പോൾ എന്തുകൊണ്ട് സ്നെയിൽ മ്യൂസിയം എന്ന് വെച്ചാൽ ഫസ്റ്റ് അതിൻ്റെ ഹൈഡ്രേഷൻ, അതിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ആന്റി ഏജിങ് ഫംഗ്ഷൻ, ഗ്ലോ, ആ ഒരു ഇന്നർ ഗ്ലോ തരാനൊക്കെ സ്നെയിൽ മ്യൂസിയം ഭയങ്കര നല്ല സാധനം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐക്കാർഡ് കൊടുക്കുക, വേണമെങ്കിൽ നിങ്ങളൊന്ന് കയറി കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ഹൈപ്പ് എന്താണെന്ന്. അതിനുശേഷം ഞാൻ അടുത്ത് യൂസ് ചെയ്യുന്നത് നിയാസിനമൈഡാണ്, കൂടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം ഈ ഒരു ഹൈഡ്രേഷൻ നിൽക്കുമ്പോൾ നിയാസിനമൈഡ് കൂടെ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഹൈഡ്രേഷൻ കിട്ടും. നിയാസിനമൈഡ് സെറമാണ്. ഓ സോറി, ഞാൻ ഏത് നിയാസിനമൈഡ് എന്ന് പറഞ്ഞില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് 10% ഡെർമക്കോഡൻ നിയാസിനമൈഡ് ആണ്. ഇതിനകത്ത് സിങ്കും ഉണ്ട്. രണ്ട് നേരം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ ഫേവറേറ്റ് നിയാസിനമൈഡ് ആണോ എന്ന് വെച്ചാൽ അല്ല, എന്റെ ഫേവറേറ്റ് എപ്പോഴും ഓർഡിനറി തന്നെയാണ് കിടക്കുന്നത്. ഇത് ഞാൻ നിയാസിനമൈഡിനെ പറ്റി കൂടുതൽ വീഡിയോസിൽ പറഞ്ഞപ്പോൾ ഞാൻ ഈ നിയാസിനമൈഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കൊടുക്കാൻ നിയാസിനമൈഡ് എന്താണ് കൂടുതലായിട്ട് അറിയാൻ. ഞാൻ നിയാസിനമൈഡ് ഉപയോഗിക്കുന്ന 2 റീസൺ ആണ്. ഒന്ന്, എനിക്ക് പോസിന്റെ അപ്പിയറൻസ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്റെ കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഈ ചീക്കിലും മൂക്കിലും ഒക്കെ ചില സമയങ്ങളിൽ ഓപ്പൺ പോസ് തോന്നിക്കും. അപ്പൊ അതിന്റെ അപ്പിയറൻസ് കുറയ്ക്കാനും. 2, എനിക്കൊരു ഹൈഡ്രേഷന് വേണ്ടിയിട്ടാണ്. കാരണം എനിക്ക് ഹൈഡ്രേഷൻ വേണം, ആ പക്ഷേ എന്നാൽ അത് കൂടുതൽ ഓയിലി ഹൈഡ്രേഷൻ ആവരുത് നിർബന്ധമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 10% നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത്. അതെന്റെ പാർട്ട് ഓഫ് സ്കിൻ കെയറിൽ, ഞാൻ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സെറം പോലും നിയാസിനമൈഡ് ആണ്. അപ്പോൾ അതാണ് ഡെർമക്കോഡ് 10% നിയാസിനമൈഡ്. ഇനി അടുത്ത് എന്തായാലും ഇത് തീർന്നാൽ ഞാൻ മാറ്റി പിടിക്കും. 3 ബോട്ടിലായി. ഞാൻ നിയാസിനമൈഡ് ഇപ്പോൾ 3ാമത്തെ ബോട്ടിൽ എത്തുമ്പോൾ ഞാൻ അടുത്തേലോട്ടപ്പോൾ എൻ്റെ അടുത്ത് എന്തായാലും ഓർഡിനറിയുടെ നിയാസിനമൈഡ് ആണ്. എനിക്ക് കുറേ ആയി ഞാൻ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്, എനിക്ക് തിരിച്ചും തറവാട്ടിലോട്ട് പോകണം, പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. തിരിച്ചെനിക്ക് തറവാട്ടിൽ പോകണം. അപ്പൊ അടുത്ത എന്തായാലും ഞാൻ ഓർഡിനറിയുടെ എണ്ണ വാങ്ങിക്കുന്നത് തീർന്നു കഴിഞ്ഞാൽ, ഇതിപ്പോ തീരും. നമ്മൾ രാവിലെ വൈകിട്ടൊക്കെ ഉപയോഗിക്കല്ലോ. അപ്പൊ 2 മാസം 3 മാസത്തിനുള്ളിൽ തീരും. അത്രയും നാൾ എന്തായാലും നീക്കും കേട്ടോ. തീർന്നു കഴിഞ്ഞാൽ അടുത്ത നേരെ ഓർഡിനറിയുടെ നിയാസിനമൈഡ്. ഇനി അടുത്ത എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഡെർമക്കോഡ 3% കോജിക് ആസിഡ്. ഞാൻ പറഞ്ഞു, ഞാൻ പലപ്പോഴും വാങ്ങിച്ചാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതിന്റെ അവസ്ഥ കാണുമ്പോൾ അറിയാലോ ഇത് എത്ര നാളുകൊണ്ട് എൻ്റെ ഇരിക്കുകയാണെന്ന്. ഇത് ഞാൻ രാവിലെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, നൈറ്റിൽ യൂസ് ചെയ്യാറില്ല, രാവിലെ മാത്രം. സംഭവം എന്തെന്ന് വെച്ചാൽ, എനിക്ക് കുറേ ബ്രൗൺ സ്പോട്ട് വരും എന്നല്ല, പണ്ട് വന്നതാണ്. അത് പോകുന്നില്ല എന്ന് വെച്ചാൽ അതിന് ഇന്റൻസിറ്റി കുറച്ച് കുറച്ച് വരുത്തുകയാണ്. അത് വന്നത് എൻ്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് 2-3 പ്രാവശ്യം മോക്കുരു വന്നത് ഞാൻ തന്നെ ഒന്ന് പൊട്ടിച്ച് കളിച്ചു. പിന്നെ ഞാനൊന്ന് പ്രൊഡക്റ്റ് പരീക്ഷണങ്ങളൊക്കെ നടത്തി, ചെറിയൊരു മോക്കുരുവൊക്കെ വന്നിട്ട് അങ്ങനെ വന്നൊരു പാടുകളാണ്. അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സ്കിൻ പൊതുവെ പെട്ടെന്ന് പ്രോൺ ടു ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണ്. ഇപ്പൊ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ വന്നാൽ അപ്പോഴേ ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും. പിന്നെ എൻ്റെ അമ്മയ്ക്ക് മെലാസ്മ ഉള്ളതുകൊണ്ടും ചിലപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് എനിക്ക് ചെറിയ ഡാർക്ക് സ്പോട്ട് വരുന്നതായിരിക്കും, അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കോജിക് ആസിഡ് എപ്പോഴും എൻ്റെ സ്കിൻ കെയറിൽ അത് ആഡ് ചെയ്യും. അതിപ്പോൾ കുറഞ്ഞു തുടങ്ങി, നല്ല ഇന്റൻസിറ്റി കുറവുണ്ട്. എന്നാലും ആ മോക്കുരുവിന്റെ പടം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ ഞാനിപ്പോൾ മോക്കുരു വന്നിരിക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോയി ചെയ്തു എൻ്റെ ആ ദേഷ്യം തീർന്ന ആ മോക്കുരു പൊട്ടിച്ചായിരിക്കും. കാര്യം എനിക്ക് പൊട്ടിച്ചില്ലേ സമാധാനം വരത്തില്ല. ഞാൻ പിമ്പിൾ പാച്ച് ഒട്ടിക്കും, എല്ലാവരോടും പറയും പൊട്ടിക്കരുതെന്ന്. പക്ഷെ ആ കറക്റ്റ് മോക്കുരു ഞാൻ പൊട്ടിക്കാതൊക്കെ അങ്ങനെ വെക്കും. അപ്പം പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഞാൻ കണ്ണാടിയിലോട്ട് പോയി നോക്കുമ്പോൾ മോക്കുരുണ്ട്, ഇതെവിടെ നേറിയെന്ന് പറയും, പൊട്ടിക്കും. അങ്ങനെ കിട്ടിയ 2-3 പൊട്ടലിക്കലിന് കിട്ടിയ ഫലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു മോക്കുരുവിന്റെ പാട് മാറ്റാനാണ് ഇപ്പൊ ഞാൻ കോജിക് ആസിഡ് ഇട്ടത്. ഓക്കെ, അടുത്താണ് എന്റെ മോയിസ്ചറൈസർ. ഞാൻ ഉപയോഗിക്കുന്നത് ഡോട്ട് ആൻഡ് ഗിയുടെ സെറമൈഡ് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് മോയിസ്ചറൈസർ ആണ്. ഇതൊന്ന് മാറ്റി പിടിക്കണമെന്ന് എല്ലാ പ്രാവശ്യം സെറമൈഡ് വാങ്ങിക്കുമ്പോൾ ഞാൻ വിചാരിക്കും. പക്ഷെ അവസാനം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഇത് തന്നെ വാങ്ങിക്കും എന്തോന്നോ. അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരുപാട് യൂസ് ചെയ്യില്ല, കാരണം ഓൾറെഡി ഞാൻ അത്യാവശ്യം ഹൈഡ്രേറ്റിംഗ് സെറംസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചെടുക്കുക. 3
ഓക്കെ, അപ്പം മോയ്സ്ചറൈസർ ഇട്ടു. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സെറമേഡ് ഹൈലൂറോണിക് ആസിഡ് മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ, സെറമേഡ് എന്താ പറയുക, നമ്മുടെ സ്പോഞ്ച് കണക്കാണ്. നമ്മൾ വെള്ളം നന്നായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സെറമേഡ് മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. സോ അതുകൊണ്ട് സെറമേഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെറമേഡ് ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട്, ഓയിലുള്ള നമുക്ക് സാധാരണ സ്കിൻ കെയർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസർ കൊണ്ട് കുഴപ്പമില്ല. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ, ഇതൊരു നോൺ കൊമിഡോജനിക് മോയ്സ്ചറൈസർ ആണ്. എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് മോയ്സ്ചറൈസറുകളിൽ ഒന്നാണ് കേട്ടോ. എത്ര ഹൈ എൻഡ് ഉണ്ടെങ്കിൽ ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഇതിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അങ്ങനത്തെ ഒരു മോയ്സ്ചറൈസർ ആണ്. എന്തായാലും ഇത് ലാസ്റ്റ് ബോക്സ് ആണ്, ഇനി കുറച്ച് നാളത്തേക്ക് ഇത് ലാസ്റ്റ് ആണ്. ഇനി ഉടനെ ഒന്നും ഇത് വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു. കാരണം അഡിക്റ്റഡ് ആയിപ്പോയി മോയ്സ്ചറൈസർ വേറെ വാങ്ങിക്കണം എനിക്ക് പരീക്ഷിക്കണ്ടേ, അതുകൊണ്ട്. അപ്പൊ അത്രയായി. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. ബട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണെന്ന് വെച്ചാൽ, ഏറ്റവും അവസാനത്തെ വേറൊരു സ്റ്റെപ്പാണ് ലാസ്റ്റ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോഡി സ്കിൻ കെയർ റുട്ടീനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സൺസ്ക്രീൻ. ഇത് ഡോക്ടർ ഷേത്തിന് മെനൽ സൺസ്ക്രീൻ ആണ്. ഇത് PA3+ ഉള്ളൂ, പക്ഷേ SPF50 ഉണ്ട്. നമുക്ക് എപ്പോഴും PA3 to 4 എപ്പോഴും എന്തായാലും വേണം. അപ്പം അതാണ് ഈ സൺസ്ക്രീൻ. പിന്നെ ഇതിന് ഒരു കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ട് കേട്ടോ, കാരണം മിനറൽ സൺസ്ക്രീൻ ആണ്, അറിയാം. ഇപ്പം എല്ലാവർക്കും വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. ഇപ്പം ഇട്ട് എപ്പോഴും വൈറ്റ് കാസ്റ്റ് ഉണ്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതൊന്ന് സെറ്റിൽ ആവത്തുള്ളൂ, ആ ഒരു വൈറ്റ് കാസ്റ്റ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. 2 ഫിംഗർ റൂളാണ്. പിന്നെന്തായിരുന്നു പറയാനുള്ള, പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്തില്ലെങ്കിലും, ഫേസ് വാഷ് ജസ്റ്റ് വെള്ളം വെച്ച് മാത്രമേ മുഖം കഴുകുന്നുള്ളെങ്കിലും സൺസ്ക്രീൻ മോർണിംഗിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ UV ഇൻഡെക്സ് ഒക്കെ വെച്ചിട്ട് എന്തായാലും നമുക്ക് സൺസ്ക്രീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, കൊല്ലം കേട്ടിട്ടുണ്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ സൺസ്ക്രീൻ വേണമെന്ന്. സൺസ്ക്രീൻ ചൂടിൻ്റെ ഇൻറ്റൻസിറ്റിയിലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്നത് വെച്ചിട്ടോ ഒന്നുമല്ല. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സണ്ണിൻ്റെ UV ഇൻഡെക്സ് വെച്ചിട്ടാണ്. ഒന്നിനും രണ്ടിനും ഇടയിലാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട. അതിന് മുകളിലോട്ടാണെങ്കിൽ സൺസ്ക്രീൻ എന്തായാലും അപ്ലൈ ചെയ്യണം. നമ്മുടെ നാട്ടിലെ മിനിമം സൺസ്ക്രീനിൻ്റെ ഇപ്പം എറണാകുളത്ത് രാവിലെ ഒരു 8:30-9 മണിയൊക്കെ ആണെങ്കിൽ 2ൽ നിൽക്കും. അതിന് ശേഷം ആകുമ്പോൾ കൂടി 10 വരെ പോകും. അപ്പം എന്തായാലും നമുക്ക് സൺസ്ക്രീൻ വീടിനകത്താണെങ്കിലും അത്യാവശ്യമാണ്. ഇനി ഞാൻ ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ. അപ്പം ഞാൻ സൺസ്ക്രീൻ ഇട്ടു. ഇനി ഇപ്പം ഞാൻ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റീഅപ്ലൈ ചെയ്യാനായിട്ട് സൺസ്ക്രീൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ, സ്റ്റിക്കല്ല, എനിക്ക് ക്രീം ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ക്രീം തന്നെയായിരിക്കും റീഅപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സ്റ്റിക്കിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ക്രീമാണ്. അപ്പം പക്ഷെ എനിക്ക് ക്രീം ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷനുകളിലാണെങ്കിൽ ഞാൻ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ചില ആൾക്കാർക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കറുപ്പും ചിലർക്ക് വിയർപ്പും ഒക്കെ വരാറുണ്ട്. അതിന് റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കറുക്കാൻ കാരണം എന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് നിങ്ങൾക്ക് അലർജി ആയിട്ട് നിങ്ങൾ കറുക്കും. അത് മാത്രമല്ല, നിങ്ങൾ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ ഡാർക്കർ സ്കിൻ ടോൺ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ കാരണം ഒരു ഗ്രേഷ് അപ്പിയറൻസ് കാരണം കറക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കെമിക്കൽ സൺസ്ക്രീൻ, അതായത് ആവോ ബെൻസിൻ, ഓക്സി ബെൻസോൺ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് നിങ്ങളുടെ ഫിൽറ്റേഴ്സ് ആയിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ കെമിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അത് കാരണമായിരിക്കും വിയർക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ കൂടുതലായിട്ട് എന്താണെന്നെ പറ്റി അറിയണമെങ്കിൽ ഞാൻ ഐക്കാർഡ് വീഡിയോ എടുക്കാം, അതൊന്ന് കണ്ടിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ലിപ് ബാമാണ്. പറയുമ്പോൾ പൊട്ടിപ്പോയതാണ്. പക്ഷേ എനിവേസ്, ഇത് എൻ്റെ മിനിമലിസ്റ്റിൻ്റെ SPF30 ലിപ് ബാമാണ്. പോളി സാധനം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ SPF ഉള്ള ലിപ് ബാമും നൈറ്റിൽ ഏതെങ്കിലും ലിപ് ട്രീറ്റ്മെൻറ്റും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അത്രയായി. ഇനി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബോഡി സൺസ്ക്രീൻ ആണ്. ഇത് വിഷ് കെയറിൻ്റെ SPF50 ഉള്ള PA3+ ഉള്ള ഒരു ബോഡി സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ബോഡി പാർട്സിലൊക്കെ ഇടും, കയ്യിലും. പിന്നെ ഈ ഡ്രസ്സ് അനുസരിച്ചാണ്. ഇപ്പം ഞാൻ ഇപ്പം വീട്ടിനകത്താണെങ്കിൽ ഞാൻ ബോഡി സൺസ്ക്രീൻ ഇടും. ഇതിപ്പോൾ ഞാൻ എന്താ പറയുന്നത്, കയ്യിൽ മാത്രം കാണുന്ന ഡ്രസ്സല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പം ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്യും. സൺസ്ക്രീൻ കയ്യിൽ അപ്ലൈ ചെയ്യാൻ ഒരു ചെറിയ റൂൾസ് ഉണ്ട്. കയ്യിലും കാലിലും ഒക്കെ 2 ഫിംഗർ റൂളാണ്.
അതായത് നമ്മുടെ കയ്യിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ 2 ഫിംഗർ എടുക്കുക, കാലിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫൂട്ട് മാത്രം മതിയെങ്കിൽ നമുക്ക് 1 ഫിംഗർ കൊണ്ട് കാര്യം കഴിയും. ഇതിപ്പോൾ ഞാൻ 2 ഫിംഗർ എടുത്ത് 2 കയ്യിലും കൂടെ തേച്ചു. അതെൻ്റെ ഒരു കോമൺ ശീലമാണ്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ 2 ഫിംഗർ എടുത്തിട്ട് 2 കയ്യിലും കൂടെ ഒന്നും കൂടെ തേക്കും. കാരണം അതാണ് കുറച്ചും കൂടി എനിക്കൊരു കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഫേസ് സൺസ്ക്രീൻ ബോഡി സൺസ്ക്രീനിലോട്ട് യൂസ് ചെയ്തില്ല എന്ന് വെച്ചാൽ 2 കാരണമുണ്ട്. ഞാൻ യൂസ് ചെയ്ത മില്ല സൺസ്ക്രീൻ ആണ്. അത് കുറച്ച് ബ്ലെൻഡ് ആവാൻ ബുദ്ധിമുട്ടാണ് കയ്യിലോട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്. സോ കാരണം കുറച്ച് മാറ്റ് ഫിനിഷ് ആണ്. കാരണം നമ്മുടെ ബോഡി കുറച്ചുകൂടെ ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ അല്ലേ. സോ അതുകൊണ്ട് ഞാൻ ബോഡിയിലോട്ട് ലോഷൻ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്, എനിക്ക് കുറച്ചുകൂടെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് കാരണം ഞാൻ ബോഡിയിൽ രാവിലെ പൊതുവേ വേറെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ മാത്രം, മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ആയിട്ട് ഞാൻ സാധനമാണ് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ മാക്സിമം ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ലോഷൻ ടൈപ്പ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യാറ്. സോ അതുകൊണ്ടാണ് ഞാൻ ബോഡിയിൽ ഈ വേറെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ബഡ്ജറ്റൊക്കെ നോക്കണ്ടേ. ബഡ്ജറ്റിൽ ഞാൻ ഒരിക്കലും ഫേസ് സൺസ്ക്രീനിൻ്റെ അത്രയും റേറ്റ് ഉള്ളത് ബോഡിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വാങ്ങിക്കാറില്ല. വേറൊന്നുമല്ല, ബോഡി നമ്മൾ എക്സ്പോസ് ആവുന്നതിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല അങ്ങനെയല്ല ഈ പറഞ്ഞത്. ബോഡിയിൽ എനിക്ക് കുറച്ചും കൂടെ ഹൈഡ്രേഷൻ വേണം. പിന്നെ ഫേസ് സൺസ്ക്രീൻ കുറച്ചും കൂടെ നമ്മുടെ ഫേസിന്റെ സ്കിന്നും ബോഡി സ്കിന്നും കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബോഡിക്ക് വേണ്ടിയുള്ളത് ബോഡി സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഫേസ് സൺസ്ക്രീൻ ഞാൻ ഫേസിലേക്ക് മാത്രമേ യൂസ് ചെയ്യുന്നത്. പിന്നെ ചില സിറ്റുവേഷനുകളിൽ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം എക്സാമ്പിൾ നമ്മുടെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ക്യാരി ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഫേസ് സൺസ്ക്രീൻ തന്നെയാണ് ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഭയങ്കര വെയിലത്തൊക്കെ പോവുകയാണ്, ഇപ്പം ഞാൻ യാത്രയൊന്നും അല്ല എന്നാലും പുറത്ത് ഭയങ്കര വെയിലാണെങ്കിൽ ഞാൻ ഫേസ് സൺസ്ക്രീൻ തന്നെയായിരിക്കും ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഡിപ്പെൻസിൽ എൻ്റെ സൺസ്ക്രീൻ അപ്ലിക്കേഷൻ സാധനങ്ങളൊക്കെ മാറും. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ. ശ്രദ്ധിക്കുക, ഇത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. എൻ്റെ സ്കിൻ കൺസേൺ അനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനാണ്. ഞാനിതിപ്പോൾ ഇത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കിൻ കൺസേൺ അനുസരിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ഓരോ ഇൻഗ്രീഡിയൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എല്ലാം ചാനൽ ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്കൊന്ന് പോയി നോക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും കാണുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.